മോശയോട് ദൈവം പറയുക, സ്തോത്രം, എൻ്റെ ജനത്തിന് കുടിക്കാനുള്ള വെള്ളം പാറയിലുണ്ട്. കൂടത്തിനടിച്ചാൽ പൊട്ടാത്ത പാറയെ നീ വടി കൊണ്ടൊന്ന് തട്ടിയാൽ മതി, പാറ പിളർന്ന് ഉറവ വെളിപ്പെടും. അത് ആത്മീയരല്ലാത്തവർക്ക് മനസ്സിലാകത്തില്ല. സ്തോത്രം. ഏലിശയോട് ദൈവം പറഞ്ഞു, നഷ്ടപ്പെട്ട മഴു തിരിച്ചു പിടിക്കാൻ നീ ആ മുങ്ങൽ വിദഗ്ധരെ ഇറക്കണ്ട, ഒരു കോല് വെട്ടി എറിഞ്ഞാൽ മതി, നഷ്ടപ്പെട്ട നന്മ നിന്റെ അടുക്കൽ പൊന്തിച്ചു വരും. ഉണ്ടെന്നില്ല ജീസസ്. 6 തേരുകൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന യെരിഹോവിൻ്റെ പടുകൂറ്റൻ മതില് പൊളിക്കാൻ ജായ്ക്കാമർ കൊണ്ടുവന്ന് തമിരുവടി വെക്കണ്ട. പ്രാർത്ഥിക്കുന്ന നീ 7 വട്ടം ചുറ്റിയിട്ട് 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റി ഒരൊറ്റ ഹല്ലേലൂയയും പറഞ്ഞാൽ, സ്തോത്രം ചെയ്യ്. ഓ ഹല്ലേലൂയ. ഇവിടെ ഒരു സ്പിരിച്വൽ ഡെലിവറൻസ് നടക്കുക. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവം പറയുക, നിന്റെ കയ്യെ കിടക്കുന്ന ചങ്ങല പൊട്ടാൻ, കാലേ കിടക്കുന്ന ആമം പൊട്ടാൻ ഒന്ന് കൈയടിച്ച് പാടിയാ മതി. ഇത് ആത്മീകനെ മനസ്സിലാകൂ, അനാത്മികന് മനസ്സിലാകത്തില്ല. അവൻ ചോദിക്കുമെന്ന് കൈയടിച്ച വിടുതലുണ്ടോ? ഉണ്ട്. ഒന്ന് ആരാധിച്ച വിടുതലുണ്ടോ? ഉണ്ട്. ഒന്ന് ആരാധിച്ചു നോക്ക്. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവിനോട് ദൂത് പറയാ. സ്തോത്രം. ഒരു സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൽ കേറിത്തൊട്ടവൾ നിന്ന് വിറയ്ക്കുക. എന്നാ പറ്റി? അവൾ അറിഞ്ഞു ശരീരത്തിൽ. കേട്ടോ, നിന്നെ ശത്രു പിടിച്ച പിടി ഒന്ന് വിടാൻ ഒരു ദൈവശക്തി വ്യാപരിച്ചാൽ മതി. യേശുവിൻ്റെ നാമത്തില് തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്യുക. ഞാൻ ഇപ്പോൾ ഓർക്കുന്നൊരു കാര്യം, ഒരിക്കലും ഒരു 83 വയസ്സുള്ളൊരു അപ്പച്ചനെ ഞാൻ പരിചയപ്പെട്ടു. അപ്പച്ചൻ്റെ ശരീരത്തിൽ ഒരു മരുന്ന് കൊടുത്തത് മരുന്ന് അലർജി ആയിപ്പോയി. അപ്പച്ചൻ്റെ ശരീരത്തിലെല്ലാം നെടുനീളത്തിൽ, സ്തോത്രം, ചക്ക വെടിച്ച് കീറുന്ന പോലെ ശരീരം വെടിച്ച് കീറി. കാലൊക്കെ നോക്കിയാൽ പിളർന്നിരിക്കുക, രണ്ടായിട്ട് പിളർന്ന് മലർന്നിരിക്കുക, പഴുപ്പൊഴുകുക. മരുന്ന് കൊടുക്കുന്തോറും ഇതിൻ്റെ തീവ്രത വർദ്ധിക്കുക. സ്തോത്രം. ഒരു ദിവസം ഒരു ദൈവദാസൻ, ഒരു സഞ്ചാര സുവിശേഷകൻ, സ്തോത്രം, ആ വീട്ടിൽ കൂടെ കയറി ചെന്നപ്പോൾ ഉടുത്തിരിക്കുന്ന കൈലിമുണ്ട് പോലും രക്തമണയത്തോളം മടക്കി ഉടുത്ത് വന്ന സുവിശേഷകനെ കൈകൂപ്പി സ്വീകരിച്ചപ്പോൾ സുവിശേഷകൻ ചോദിച്ചു, എന്നാന്ന് ചോദിച്ചു. അയ്യോ, കാല് വെടിച്ച് കീറിയാന്ന് പറഞ്ഞു. അതിപ്പം മാറുമല്ലോ എന്ന് പറഞ്ഞു. വെളിച്ചെണ്ണയുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. ഇട്ടിരുന്ന ഫുൾ കൈ ഷർട്ട് മേപ്പോട്ട് മടക്കി വെച്ചേച്ച് വെളിച്ചെണ്ണ എടുത്ത് കയ്യിലോട്ട് ചേർത്ത് ഈ കാലിൽ വെടിച്ചു കീറിയ ഭാഗവും ദേഹവും മുഴുവൻ പുരട്ടി. പാസ്റ്റർ പറഞ്ഞു, നാളെ വരുമ്പോൾ സൗഖ്യമായിക്കോളൂ എന്ന് പറഞ്ഞു. ഉപദേശിയുടെ വഴിക്ക് പോയി. പക്ഷെ 3-ാം ദിവസം ഉപദേശി ആ വഴി വന്നപ്പം അപ്പച്ചൻ നല്ല വെള്ളയുടുപ്പ് വെള്ള ഷർട്ട് വിട്ട് ഉമ്മറത്തിരിക്കുന്നു. അപ്പച്ചൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സൗഖ്യം ഉണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ ദൂത് നിന്നോട് പറയാം, ഒരാത്മീകൻ പഠിക്കുന്നത് മുഴുവൻ ആത്മീക പാഠങ്ങളാണ്.